ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാങ്ങ കാലമാണ്. മാങ്ങ കൊണ്ട് സദ്യക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോല് ചെത്തി കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മധുരം വന്ന് തുടങ്ങിയ മാങ്ങയാണ്. മധുരമല്ല, ചെറുതായിട്ടൊന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് പുളിച്ചു തുടങ്ങില്ലേ, അതുപോലുള്ള മാങ്ങയാണ്. അങ്ങനത്തെ മാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നുകിൽ പച്ചമാങ്ങ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള മാങ്ങ എടുക്കുക. കഷ്ണത്തിന് അധികം വലിപ്പം വേണ്ട. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടി പോവരുത്. മാങ്ങ വെന്ത് വരുമ്പോഴേക്ക് ഈ വെള്ളം വറ്റി വരണം കേട്ടോ. ഇലയിൽ വിളപ്പാനുള്ളതാണ്. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ ഒലിച്ചു പോവും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് മാങ്ങ വെന്ത് കിട്ടും. മാങ്ങ വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മിക്സിയുടെ പസ് ബട്ടൺ 3-4 പ്രാവശ്യം ഒന്ന് അമർത്തിയിട്ടെടുക്കാം. കടുക് അരഞ്ഞു പോകരുത്, എന്നാൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകിൽ കല്ലിൽ വല്ലതും പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ആദ്യമേ തന്നെ കടുകും കൂടെ ചേർത്ത് അരച്ചാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ഇപ്പോൾ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. തവി കൊണ്ട് ഒന്ന് ഉടച്ചു നോക്കിയാൽ മതി. വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിള വന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. വെട്ടി തിളയ്ക്കേണ്ട, എന്നാൽ പിരിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. പൊട്ടി വരുമ്പോഴേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ നിറമായി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മാങ്ങ കിച്ചടി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.